നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പോണമെന്ന് നിർബന്ധമാണെങ്കിൽ ഈ ജോലി വേണ്ട, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ലാന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വന്നിട്ട് പൊക്കോ. പാർവതി, പാർവതിയുടെ അച്ഛന്റെ കോളുണ്ടായിരുന്നു. പാർവതിയുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവമാണല്ലേ? അതെ സർ. പാർവതിക്ക് എന്തൊക്കെയോ വഴിപാട് നടത്താനുണ്ടെന്ന് അങ്കിള് പറഞ്ഞു. എന്റെ ചേച്ചിയുടെ കല്യാണം നടക്കാൻ വേണ്ടി കനൽക്കൊടവും പൊങ്കാലയൊക്കെ ഞാൻ നേർന്നിട്ടുണ്ട്. ഓ, 3 കൊല്ലം തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ച ദേവി എന്റെ ആഗ്രഹവും സാധിച്ചു തരും. 2 കൊല്ലം ഒരു തടസ്സവും ഇല്ലാതെ വഴിപാടുകളൊക്കെ ഞാൻ നടത്തി. ഇത് 3ാമത്തെ കൊല്ല. പക്ഷേ സർ, ഞാൻ ഈ കാര്യം സാറിനോട് പറയാൻ വരികയായിരുന്നു. ഓ, നാട്ടിൽ പോവാൻ പാറ് ലീവ് ചോദിച്ചു. ഞാനും റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ ലീവ് കൊടുക്കാൻ പറ്റില്ലെന്ന് കരുണാകരൻ സാർ പറയുന്നത്. പ്രിയൻ എന്തിനാ കരുണാകരനോട് റിക്വസ്റ്റ് ചെയ്ത്? പ്രൊഡക്ഷനിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തില് എന്ത് ഡിസിഷൻ എടുക്കാനുള്ള അധികാരം ഞാൻ പ്രിയന് തന്നിട്ടുണ്ടല്ലോ. എന്നാലും കരുണാകരൻ സാറ് ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ ചീഫല്ലേ? കരുണാകരൻ സാറിനോട് പറയാതെ ഞാനൊരു തീരുമാനം എടുത്ത അത് മര്യാദകേടല്ലേ? അതുകൊണ്ടാ. കരുണാകരനോട് പെർമിഷൻ ചോദിക്കാതെ ഒരാൾക്ക് ലീവ് അനുവദിക്കുന്നതിൽ എന്ത് മര്യാദകേടാ ഉള്ളത്? പാർവതി നാട്ടിൽ പോയെന്ന് വെച്ച് ഇവിടുത്തെ പ്രൊഡക്ഷൻസ് നിന്ന് പോകുന്നില്ല. ഇതേ ചോദ്യം പ്രിയൻ കരുണാകരൻ സാറോടും ചോദിച്ചാ. പക്ഷേ കരുണാകരൻ സാറിന്റെ മൊയിലിന് എപ്പോഴും 3 കൊമ്പാണല്ലോ. സാറേ, എന്റെ മൊയിലിൽ 3 കൊമ്പുണ്ടായിട്ടൊന്നുമല്ല ഞാൻ ലീവ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പുതിയ കുറെ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞ സമയത്ത് കൺസൈൻമെന്റ് അയച്ചില്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഉത്സവം നേർച്ചയൊന്നും എന്റെ വിഷയമല്ല. എന്റെ വിഷയം ഈ കമ്പനിയുടെ നിലനിൽപ്പാ. പാറു ഇവിടെ ഇല്ലെങ്കിൽ ജോലി നടക്കില്ലേ? ഇവളിവിടെ ഇല്ലാതെയും ഇവിടുത്തെ ജോലികൾ നടന്നു പോകുന്നുണ്ടെങ്കിലേ മാസാമാസം ശമ്പളം കൊടുത്തേ ഇവളിവിടെ നിർത്തേണ്ട കാര്യമില്ലല്ലോ. പാറുവിന് പകരം തൽക്കാലത്തേക്ക് മറ്റൊരാളെ നിർത്താം സർ. മറ്റൊരാളെ നിർത്തിയാലും ഇവിടുത്തെ കാര്യങ്ങൾ ഒരു തടസ്സമില്ലാതെ നടന്നു പോകും. ഓ, പക്ഷെ ഉത്സവം നടക്കുമ്പോൾ അവിടെ ഇവൾക്ക് പകരം മറ്റൊരാളെ നിർത്താൻ പറ്റില്ലല്ലോ. ജോലിയെക്കുറിച്ച് മാത്രം ചിന്തിച്ച പോരെ കരുണാകരൻ സർ. കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരെ കുറിച്ചും ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്, എന്റെ കസേര കയറിയിരുന്ന് ഇവിടുത്തെ പ്രൊഡക്ഷൻ നോക്കിക്കോടാ. എല്ലാ കാര്യവും നീയാണ് തീരുമാനിക്കണമെങ്കിലേ ഇവിടെ പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ. കരുണാകരൻ, സ്റ്റോപ്പ് ഇറ്റ്. പാർവതിയുടെ അച്ഛനും അമ്മയും എന്നെ ഉത്സവത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. പാർവതിയും കൊണ്ട് വരണമെന്നാ അങ്കിളും ആന്റിയും പറഞ്ഞിരിക്കുന്ന. പാർവതിയും കൂട്ടി ഞാൻ പാർവതിയുടെ നാട്ടിലേക്ക് പോകും. പാർവതിക്ക് ലീവ് കൊടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണോ കരുണാകരനോട്? വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. കരുണാകരനെ കാറ്റുപോയി. കൈലാസ് സാർ പറഞ്ഞ സത്യമാണോ? കൈലാസ് സാർ എന്റെ നാട്ടിൽ വരുന്നുണ്ടോ? പാർവതിയുടെ അച്ഛനും അമ്മയ്ക്കും ഞാൻ കൊടുത്ത വാക്കാത്. പിന്നെ പ്രിയനും മോഹനും ജയന്തിയും നിന്റെ ഹോസ്റ്റൽ ഫ്രണ്ട്സും ഫ്രീ ആണെങ്കിൽ അവരും വന്നോട്ടെ. എല്ലാവർക്കും ഒരുമിച്ച് അടിച്ചു പൊളിച്ചു പോ. സാറെന്താ എന്റെ പേര് പറയാതിരുന്നത്? ഞാൻ വരണ്ടേ? പിന്നെ സൗന്ദര്യം വരണം. വരും സർ, ഉറപ്പായും വരും. ഞങ്ങൾ എല്ലാരും വരും. അല്ലേ പ്രേം ചേട്ടാ? അല്ലേ ചിന്തേച്ചി? അയ്യോ, ഞാൻ വരില്ല. എല്ലാരും കൂടെ ലീവ് എടുത്താ ഇവിടുത്തെ ജോലി നിങ്ങൾ പൊയ്ക്കോ. ഏയ്, അത് പറ്റില്ല. പ്രിയനും വരണം. പ്രിയൻ കൂടെ ഉണ്ടെങ്കിൽ അത് എനിക്കൊരു സപ്പോർട്ടായിരിക്കും. ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ കരുതിയത്. കൈലാസ് സാറിനോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? എന്നോട് നന്ദി പറയുന്നും വേണ്ട. പാർവതിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പ്രിയൻ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ സർ. സാർ, PK സാറിന്റെ കാള് വന്നിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ. മഞ്ചേശ്വരത്ത് പുതിയൊരു ഗാർമെന്റ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത്ര. നമ്മുടെ ഡ്രസ്സ് വാങ്ങി റീബാൻഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനാണ് അവരുടെ പ്ലാൻ. പാർട്ടി വലിയൊരു ഓർഡർ മെയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഡെലിവറി നിർബന്ധമായും കൃത്യസമയത്ത് തന്നെ കൊടുക്കണമെന്നാ എന്നോട് PK സാർ പറഞ്ഞേക്കണത്. ഈ സമയത്ത് ഇത്രയും പേര് ലീവ് എടുത്താ
നമുക്ക് എങ്ങനെ കൃത്യസമയത്ത് ഡെലിവറി കൊടുക്കാൻ പറ്റും? സി ബ്ലോക്കിൽ ആരും ലീവ് എടുക്കുന്നില്ലല്ലോ. അവർക്ക് ഓവർ ടൈം കൊടുത്ത് ജോലി തീർക്ക്. പാർവതി, യാത്രയ്ക്ക് ഒരുങ്ങിക്കോ. എല്ലാവരോടും കൂടിയാ പറഞ്ഞത്.